പോരൂർ ഗ്രാമപഞ്ചായത്ത് 19-ാം വാർഡ് കടുത്ത മത്സരം നേരിട്ട സ്ഥാനാർത്ഥികളായിരുന്നു ശിവശങ്കരനും അതുപോലെ തന്നെ കണ്ണിയൻ കരീമും. അവസാനം കണ്ണിയൻ കരീം തന്നെ തൻ്റെ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. എത്രയാണ് ഭൂരിപക്ഷം? 109 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ കണ്ണിയൻ കരീം വിജയിച്ചിട്ടുണ്ട്. പറയൂ. ഓരോ പഞ്ചായത്തിലെ 19 വാർഡിലെ ജനങ്ങൾ ഇന്നിൽ അർപ്പിച്ച വിശ്വാസം അത് പൂർത്തിയായി തന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അവിടുത്തെ എല്ലാ വിഭാഗം ആളുകളും എന്നെ പിന്തുണച്ചു. ഒരു വർഗീയ കൂട്ടുകെട്ടിനും ഇടം നൽകാതെ തന്നെ സ്വന്തമായ ജനാധിപത്യ സംരക്ഷിച്ചുകൊണ്ട് 19 വാർഡ് ഞാൻ പിടിച്ചെടുത്തു. അതാണ് എനിക്ക് ആ വാർഡിലെ മുഴുവൻ ജനങ്ങളോട് നന്ദി പറയാൻ ഈ അവസരത്തിൽ. ഞങ്ങൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഉടനെ തന്നെ എല്ലാ ആളുകളും വളരെ സ്വീകാര്യതയോട് കൂടിയിട്ടാണ് സ്വാഗതം ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ നൽകിയിട്ടുള്ള അതുപോലെ തന്നെ ഇടതുപക്ഷ സംസ്ഥാന സർക്കാർ ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഒക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ വിജയത്തിന് വലിയ ഗുണകരമായിട്ടുണ്ട് എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും കണ്ണിയൻ കരീമിന് അഭിവാദ്യങ്ങൾ, എല്ലാ ആശംസകളും. പോരൂർ പഞ്ചായത്ത് 13-ാം വാർഡ് വിജയിച്ചു വന്നിരിക്കുന്നത് അബ്ദുൽ നാസറാണ്. ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥി അബ്ദുൽ നാസറാണ് വിജയിച്ചിട്ടുള്ളത്. പോരൂർ പഞ്ചായത്തിലെ പിന്നെ കഴിഞ്ഞ തവണ ഈ വാർഡുകളൊക്കെ LDF ആണ്. പറയൂ. ഈ വാർഡ് കഴിഞ്ഞ പ്രാവശ്യം LDF-നായിരുന്നു 9 വോട്ടിനാണ് വിജയിച്ചത്. ഇപ്രാവശ്യം ഭൂരിപക്ഷം 59-ആയി ഉയർന്നിട്ടുണ്ട്. ഏതായാലും എല്ലാ അഭിവാദ്യങ്ങളും 2 LDF നേതാക്കൾക്കും. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.